അതിൽ അദ്ദേഹം പേര് പരാമർശിച്ചത് ഒന്ന് എൻ്റെ പേരാണ്. ഇത് അദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ തന്നെ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. UDFന്റെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായത്. അതിൽ ഈ വ്യക്തിക്ക് യാതൊരു പങ്കും ഇദ്ദേഹം വഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇദ്ദേഹത്തിന്റെ പാർട്ടിയോടുള്ള വഞ്ചന. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇദ്ദേഹം പാർട്ടിയെ വഞ്ചിക്കുകയായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് ഏറ്റൊരു മുറിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തകന്മാരും വളരെ ആവേശത്തോടു കൂടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവും. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ ഇപ്പത്തതില് എങ്ങനെയുണ്ട്? ഞങ്ങളെ എല്ലാ വാർഡ് കമ്മിറ്റികളും സജ്ജാണ്. UDF ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വലിയൊരു ഭൂരിപക്ഷം അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഇപ്രാവശ്യം ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ രണ്ട് വ്യക്തികളെ മാത്രം ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും അങ്ങനെ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ അത് നേരിട്ട് നമുക്ക് കേൾക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ മണ്ഡലം കമ്മിറ്റിക്ക് പരാതി കൊടുത്തത്. അത് ഞാനൊരൊറ്റക്ക് കൊടുത്തതല്ല, ഞാൻ എൻ്റെ സഹപ്രവർത്തകന്മാരൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് നമ്മൾ കൊടുത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അപ്പത്തന്നെ പുറത്താക്കുന്ന പതിവൊന്നുമില്ല. അത് പാർട്ടി അന്വേഷിച്ചതിന് ശേഷമാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പിന്നെ ജില്ലാ സെക്രട്ടറിയെ പ്രത്യേകം അതിന് ചുമതലപ്പെടുത്തുകയും അത് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ഇദ്ദേഹവുമായി ചർച്ചയും നടത്തി. നമുക്കറിയാം, ഒരു പ്രബല കുടുംബമാണ് കുന്നത്ത് കുടുംബം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനോട് വലിയ രീതിയിലുള്ള ബന്ധമുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം അത് ഗൗരവത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തോട് ചർച്ച നടത്തിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുന്നത്തിലെ ഒരു വലിയ വിഭാഗം മുസ്ലിം ലീഗുമായി ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിച്ചപ്പോഴും അദ്ദേഹം ഒരിക്കലും വഴങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. എല്ലാവിധ ചർച്ചകൾക്കും അതുപോലെ തന്നെ ഇതിനും പാർട്ടി തയ്യാറായിരുന്നു. അത് ഇദ്ദേഹം അതിനൊന്നും വഴങ്ങിയില്ല. അദ്ദേഹത്തിന്റെ നിലപാടുമായി മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. പാർട്ടിയെ വഞ്ചിച്ചതിനുള്ള തിരിച്ചടി ജനങ്ങൾ നൽകുക. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതില് സാദിഖലി ശിഹാബ് തങ്ങളെ പോലും വളരെ മോശമായി ചിത്രീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. ഇത് ഞങ്ങൾക്ക് ഏറ്റൊരു മുറിവാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ എൻ്റെ സുഹൃത്ത് ഷബീർ കർമൂക്കിൽ, നമുക്കറിയാം തിറുക്കാട് പോലത്തെ പ്രദേശത്ത് ലീഗിന് ഒരുപാട് സ്വാധീനമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരാള് വളർന്നു വരുന്നത് ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്തിൽ തന്നെ ഷബീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വരെ അദ്ദേഹത്തെ നിർത്താതിരിക്കാനുള്ള ഒരുപാട് പരിപാടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അതിലൊക്കെ നമ്മൾ ശക്തമായി ഇവിടുത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റി അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അങ്ങനെയാണ് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാകാൻ കഴിഞ്ഞത്. ഇല്ല, അതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അല്ല, മറ്റേ മുഹമ്മദിന് SDPIന്റെ പിന്തുണ അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവ് ലഭിച്ചിട്ടില്ല. ആരെയും പിന്തുണ സ്വീകരിക്കുന്നതാണെന്ന് പറഞ്ഞത്. അപ്പൊ അത് അല്ല, അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. അദ്ദേഹം BJPയുടെ പിന്തുണ പോലും സ്വീകരിക്കുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെയും UDF ഒറ്റക്കെട്ടാണ്. ടീം UDF ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലും ഞങ്ങൾ സജ്ജമാണ്. വലിയ രീതിയിലുള്ള മുന്നേറ്റം പഞ്ചായത്ത് ഇലക്ഷനിൽ ഉണ്ടായ പോലെ തന്നെയുള്ള മുന്നേറ്റം UDFന്റെ ആളുകളുടെ ഇടയിൽ നിന്നുണ്ടാവും. പാർട്ടിക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പാർട്ടിയൊക്കെ ഒറ്റക്കെട്ടാണ്. ആരും ഒരു അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും ഇല്ല. ഒരാൾ പോലും അദ്ദേഹത്തിന് കൂടെ പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.